നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യവ്യാപകമായി ഓപ്പറേഷൻ നുങ്കോർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലടക്കം വിവിധ ജില്ലകളിലായിട്ട് ഏകദേശം 30ഓളം ഇടങ്ങളിൽ ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചത്. ഒരു ചെറിയൊരു ചുരുക്കം എന്ന രീതിയിൽ പറയാൻ, നമ്മുടെ ഭൂട്ടാനിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് അനധികൃതമായിട്ട് ടാക്സ് വെട്ടിച്ച് കടത്തിയിട്ടുള്ള വാഹനങ്ങൾ വാങ്ങിയിട്ടുള്ള ആളുകളുടെ വീട്ടിൽ, അതിൽ നമ്മുടെ പ്രമുഖരായിട്ടുള്ള പല താരങ്ങളും വരുന്നുണ്ട്. അവരുടെ വീടുകളിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഒരു ഓപ്പറേഷൻ നുങ്കോർ എന്നതുകൊണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ആരുടെയൊക്കെ ഏതൊക്കെ താരങ്ങളുടെ വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ ഓപ്പറേഷൻ നുങ്കൂർ ഇന്ന് തുടങ്ങിയതല്ല കൃഷ്ണേന്ദു. കാരണം ഇതിനു മുന്നേ കുറേ നാളുകളായിട്ട് ഇതിന്റെ പുറകെയായിരുന്നു കസ്റ്റംസ് ഒക്കെ. അപ്പോൾ ഓപ്പറേഷൻ നുങ്കൂർ എന്ന് പേരിട്ടിരിക്കുന്ന രാജ്യത്ത് ഉടനീളം ഇതിൽ തന്നെ, അതായത് ഒരേ സമയം തന്നെയാണ് നിരവധി ഇടങ്ങളിലായിട്ട് ഈ ഒരു റെയ്ഡ് നടക്കുന്നത്. ഇപ്പൊ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷിച്ച് ഉദ്യോഗസ്ഥർ ഇതിന്റെ പുറകെ നടന്ന കൃത്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു റെയ്ഡ് നടത്തുന്നത്. 5 ജില്ലകളിലാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതില് നമുക്ക് പറയാൻ, ഇന്ത്യയിലേക്ക് 198 വാഹനങ്ങളാണ് വന്നിരിക്കുന്നത്. ഇതിലെ 20ഓളം വാഹനങ്ങൾ നമ്മുടെ കേരളത്തിലാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിശയം. കേരളത്തിൽ ഇത്രത്തോളം പണക്കാരുണ്ടോ, ധനാഢ്യരുണ്ടോ എന്നുള്ളത് ഒരു അതിശയമാണ്. കാരണം ധനാഢ്യരാണെങ്കിലും ഇതിലൊന്ന് ടാക്സ് വെട്ടിപ്പ് നടത്താം, രണ്ടാമത് ആഡംബര വാഹനം ചുളിവിൽ കിട്ടും. ഇത്തരത്തിലുള്ള നിരവധി കാരണങ്ങൾ 8 തരത്തിലുള്ള വാഹനങ്ങളാണ്, അതായത് ലാൻഡ് ക്രൂസർ, ലാൻഡ് റോവർ, SUV തുടങ്ങിയ വാഹനങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ എത്തിയിരിക്കുന്നത്. ഇത് അതെല്ലാം അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇതിലെ നമ്മുടെ പ്രധാനപ്പെട്ട എപ്പോഴും വിവാദങ്ങളിൽ നിറയുന്ന ഒരു നടൻ കൂടിയുണ്ട്. അതിൽ 2 പേരുണ്ട്. ഒന്ന് ദുൽഖർ സൽമാനും പൃഥ്വിരാജുമാണ് പ്രധാനപ്പെട്ട. അവരുടെ വീടുകളിലാണ് റെയ്ഡ് എന്നുള്ളതാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇതിപ്പോൾ ഇതിന്റെ ഇടനിലക്കാര് വഴിയാണ്, അല്ലെ? നമുക്ക് ഇതിലേക്കൊന്ന് പരിശോധിക്കാം. ഇടനിലക്കാര് വഴിയാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്നത്. ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനങ്ങൾ ലേലത്തിൽ വാങ്ങുന്ന ഇടനിലക്കാര് അവർ അവിടെ ഈ ഭൂട്ടാനിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നു, പല ആൾക്കാരുടെ പേരിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നു. അതിനുശേഷം അത് വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിലേക്കാണ് കൂടുതൽ വാഹനങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്. ആദ്യം ഹിമാചൽ പ്രദേശിൽ നിന്നും ഇന്ത്യൻ രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് മാറുന്നു. അത് 2 രജിസ്ട്രേഷൻ നടത്തുന്നു. അപ്പൊ ഇടനിലക്കാരുണ്ട്, ഇതിലെ ഉദ്യോഗസ്ഥരുണ്ട്, RTO ഉദ്യോഗസ്ഥരുണ്ട്. ഉദ്യോഗസ്ഥരറിയാതെ ഇത്തരത്തിലുള്ള രജിസ്ട്രേഷൻ സംഗതികൾ നടത്തില്ല. അപ്പൊ ഇത്തരത്തിൽ ഉള്ള ഒരു വലിയ ഒരു മാഫിയ രീതിയിലാണ് ഇതിപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇത് നേരത്തെ ഉണ്ടായിരുന്നു. ഒരുപാട് താരങ്ങൾ വളരെ വാഹനപ്രേമികളാണ്. ഇനി ആദ്യം ഈ ഭൂട്ടാനിൽ ടാക്സ് കുറവാണ്. അപ്പൊ ഈ ഭൂട്ടാൻ പട്ടാളവും ഉപയോഗിക്കുന്നതായിട്ടുള്ള വാഹനങ്ങൾക്ക് പുറമെ നിരവധി രാജ്യങ്ങൾ, ഈ കമ്പനികൾ, യഥാർത്ഥ കമ്പനികൾ ഭൂട്ടാനിലേക്ക് ഇത്തരത്തിലുള്ള അവിടുത്തെ ഇടനിലക്കാരിലേക്ക് വാഹനം എത്തിക്കുകയും ഇത്തരത്തിൽ അവിടെ രജിസ്ട്രേഷൻ ചെയ്തിട്ട് യൂസ്ഡ് വെഹിക്കിൾ എന്നുള്ള രീതിയിൽ ഹിമാചൽ പ്രദേശിൽ എത്തിക്കുന്നു. ഹിമാചൽ പ്രദേശിൽ നിന്ന് പുതിയ ഇന്ത്യൻ രജിസ്ട്രേഷൻ ചെയ്യുന്നു, പിന്നീട് കേരള രജിസ്ട്രേഷൻ ചെയ്യുന്നു. അപ്പൊ ഇതൊരു വലിയൊരു മാഫിയ കണ്ണിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ നിരവധി മാധ്യമങ്ങളിലൂടെ ചോദിക്കുന്നത്, ഇത് പൃഥ്വിരാജ്, ദുൽഖർ ഇങ്ങനെയുള്ള നിരവധി വ്യവസായികൾ ഇതിനകത്ത് ഉൾപ്പെടുന്നു. ഇവർ അറിയാതെയാണോ ഇത് വാങ്ങുന്നത്? തികച്ചും തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചുള്ളുവിന് SUV അല്ലെങ്കിൽ ലാൻഡ് ക്രൂസർ എന്നുള്ള ഒരു വാഹനം, പുതിയ വാഹനം, ഇത്ര മോഡൽ, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഒരു വാഹനം വാങ്ങിക്കുന്ന വ്യക്തിക്ക് ഒരു പക്ഷേ ഈ കൃഷ്ണേന്ദ്ര നേരത്തെ പറഞ്ഞതുപോലെ നിരവധി വാഹനപ്രേമികൾ, അതായത് ദുൽഖർ ഉണ്ട്, പൃഥ്വിരാജൊക്കെ വാഹനപ്രേമികളാണ്. വാഹനപ്രേമികളായ ഇവർക്ക് ഇതിനെ പറ്റി കൂടുതൽ അറിയില്ലേ എന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും അറിയാം. ഇത് നല്ല ഇതിലല്ല. ഇനി അറിഞ്ഞില്ലെങ്കിൽ കൂടി ഇതിനെപ്പറ്റി ഒരു അന്വേഷണം അവർ നടത്തുമല്ലോ. അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരങ്ങനെ വാങ്ങിക്കാതിരുന്നൂടെ? അപ്പോൾ ചിലപ്പോൾ അറിഞ്ഞായിരിക്കും, ചിലപ്പോൾ അറിയാതായിരിക്കും. ഇവർക്കൊക്കെ ഡയറക്റ്റ് പോയി വാങ്ങാലോ. അതവിടെ നിൽക്കട്ടെ. ഇനി അത് തൽക്കാലം നമുക്ക് ഭൂട്ടാൻ അവിടെ നിർത്താം. ഇനി പൃഥ്വിരാജിലേക്ക് വരാം. പൃഥ്വിരാജ് ഞാൻ പറഞ്ഞു കുറേ നാളുകളായിട്ട് വിവാദത്തിൽ പെട്ടിരിക്കുന്ന നായകൻ കൂടിയാണ്. എനിക്ക് തോന്നുന്നു എമ്പുരാനാണോ? പക്ഷെ ഒരു 4-5 മാസമായിട്ട് പൃഥ്വിരാജ് എവിടെ എന്ന് പല ആരാധകരും ചോദിക്കുന്നു. അവിടെ എവിടെയെങ്കിലും ചെറിയ ചെറിയ മുഖങ്ങൾ കാണിക്കുന്നു എന്നല്ലാതെ കേരളത്തിൽ പൃഥ്വിരാജ് അങ്ങനെ എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. പക്ഷെ പൃഥ്വിരാജ് ഹിന്ദിയിലേക്ക് കയറിപ്പറ്റി ഹിന്ദി സിനിമകളിലൊക്കെ കുറച്ചുകൂടി ആക്റ്റീവ് ആവുകയെ അവിടുത്തെ മാധ്യമ പ്രവർത്തകരോട്
അദ്ദേഹത്തിനോട് കൂടുതൽ സ്നേഹത്തോടെയൊക്കെ പെരുമാറുകയും കൂടുതൽ എന്താ പറയുക ഇന്റർവ്യൂകൾ കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടിരുന്നു. അതും അവിടെ നിൽക്കട്ടെ, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി പൃഥ്വിരാജ്, ദുൽഖർ സൽമാനൊക്കെ 2021 ഇത്തരത്തിലുള്ള ഒരു ആദായ നികുതി വകുപ്പിന്റെ ഒരു റെയ്ഡ് വന്നിരുന്നു. അതായത് സിനിമാ നിർമ്മാണ കമ്പനിയായ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, ഫ്രൈഡേ ഫിലിം, അത് വിജയ് ബാബുവിന്റെ ആയിരുന്നു, പിന്നെ അതേപോലെ തന്നെ വേഫെയർ ഫിലിംസ് ദുൽഖറിന്റെ, ഇങ്ങനെ 3 പ്രൊഡക്ഷൻ കമ്പനികളിലേക്ക് വലിയ റെയ്ഡ് വന്നിരുന്നു. അത് നിരവധി ഇവരുടെ ആദായ നികുതി വെട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെയ്ഡായിരുന്നു. മാത്രമല്ല ഈ ഇവർ കൊടുക്കുന്ന ശമ്പളം, അതായത് അഭിനയിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഒക്കെ കൊടുക്കുന്നതുമായിട്ടുള്ള ഈ ശമ്പളവുമായിട്ട്, അതായത് അവർക്ക് കൊടുക്കുന്ന തുകയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തൊക്കെയോ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു. മാത്രമല്ല ആ സമയത്ത് തന്നെ ഇദ്ദേഹത്തിന്റെ ആന്റണി പെരുമ്പാവൂരിന്റെയും ആന്റോ ജോസഫിനും ലിസ്റ്റിൻ സ്റ്റീഫനും ഒക്കെ ഇത്തരത്തിലുള്ള കണക്കുകളിലെ പൊരുത്തക്കേടുകൾ സമർപ്പിച്ച അന്ന് ആദായ നികുതി വകുപ്പ് 2021 സിനിമക്കാരെ നോട്ടമിട്ട് ഒരു വലിയ റെയ്ഡുകൾ പലയിടങ്ങളിലായിട്ട് നടക്കുകയും പല നോട്ടീസുകൾ അയക്കുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് ആ വിവാദം അപ്പൊ ഒന്ന് നോക്കിക്കോണോ, 2021. അത് കഴിഞ്ഞ് വീണ്ടും 2022 ഡിസംബറിലും പൃഥ്വിരാജിന് ഇത്തരത്തിൽ ഒരു ആദായ നികുതി വകുപ്പിന് നോട്ടീസ് എത്തി. അത് ഓഫീസിലടക്കം ഇൻകം ടാക്സ് റെയ്ഡ് നടത്തിയിരുന്നു. അന്ന് ഇദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും പല സാമ്പത്തിക സ്രോതസ്സുകളുടെയും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു. ഇനി എമ്പുരാന് ശേഷം എമ്പുരാൻ എഫക്റ്റ് ആണോ എന്ന് ചോദിച്ച് നമ്മളൊക്കെ ചോദിച്ചിരുന്നു. 2025 അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള നികുതി നോട്ടീസുകൾ വന്നിരുന്നു. അത് കടുവ, ജനഗണമന, ഗോൾഡ് എന്നീ സിനിമകളിൽ അഭിനയിച്ചിരുന്ന ആ വ്യക്തി അഭിനയ തുകയ്ക്ക് പകരം അതായത് അദ്ദേഹത്തിന്റെ പകുതി പാർട്ണർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് പണം സ്വീകരിച്ചു 40 കോടി രൂപയാണ് സ്വീകരിച്ചത്. അതുമായി ബന്ധപ്പെട്ട് 2025 അദ്ദേഹത്തിന് ഇത്തരത്തിൽ ആദായ നികുതി വകുപ്പ് നോട്ടീസായി. അപ്പൊ തുടരെയാണ്, ഒരു വട്ടമല്ല, ഇതിനേക്കാളും വലിയ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. നമുക്കറിയാം, നമ്മുടെ യൂസഫ് അലി, അംബാനി, ഇവർക്കെല്ലാം നേരിടുന്ന വിഷയമുണ്ട്. പക്ഷെ തുടരെ പൃഥ്വിരാജിന് ഇത്തരത്തിലുള്ള, ദുൽഖറിന് ഒരു തവണയെ വന്നിട്ടുള്ളൂ, വിജയ് ബാബുവിനൊക്കെ ഒരു തവണയെ വന്നിട്ടുള്ളൂ. അന്ന് ഈ സിനിമാ നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ടാണ് വന്നത്. പക്ഷെ പിന്നീട് പൃഥ്വിരാജിന് തുടരെ ഈ ഒരു അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഇൻകം ടാക്സ് കൃത്യമായിട്ട് അടയ്ക്കുന്നില്ല. അന്ന് പൃഥ്വിരാജ് പറഞ്ഞ എല്ലാം കൃത്യമായിട്ടാണ് അടയ്ക്കുന്നത്. ഈ ഇടയ്ക്കും നമുക്കറിയാം, ലംബോർഗിനി ഒരു ഇതറിയാലോ, ചെമ്പ്, മറ്റേ 2018 വെള്ളപ്പൊക്കം വന്നപ്പം ചെമ്പിൽ പോയ മല്ലിക സുകുമാരന്റെ അവസ്ഥ നമ്മൾ അന്ന് ലംബോർഗിനി വാങ്ങിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? അത് റോഡിൽ ഓടിക്കാൻ പറ്റും, ഇവിടുത്തെ റോഡിൽ ഇത് ഓടിക്കാൻ പറ്റില്ല എന്ന് പറയുകയും ലംബോർഗിനി, അതായത് 2018 അദ്ദേഹം ലംബോർഗിനി 2.99 കോടി രൂപയ്ക്കാണ് ആ ഒരു ഏറ്റവും വലിയ ആഡംബര സ്പോർട്സ് കാർ അന്ന് അദ്ദേഹം സ്വന്തമാക്കിയത്. ഒരു പക്ഷത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തിയായിരിക്കും അദ്ദേഹം അന്നത്തെ 2018. എന്നിട്ട് പറഞ്ഞ് ഇവിടെ ഒന്നും ഓടിക്കാൻ പറ്റില്ല എന്നുള്ള രീതി പറയുകയും ലംബോർഗിനി വീട്ടിൽ തന്നെ കിടക്കുകയും 2018 അവസാനം മല്ലികയെ ചെമ്പിൽ കൊണ്ടുപോകുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതെ. അപ്പൊ അന്ന് എല്ലാവരും ചോദിച്ചു, ഇത്രയും വലിയൊരു ആഡംബര കാര്യം എങ്ങനെയാണ് താങ്കൾ കൃത്യമായിട്ട് ഞാൻ കൃത്യമായിട്ട് നികുതി അടച്ചാണ്, അല്ല ഞാൻ പോണ്ടിച്ചേരി വഴിയൊന്നും അല്ല കൊണ്ടുവന്ന്, ഞാൻ അന്തസ്സായിട്ട് നികുതി അടച്ചാണ് എന്ന് പൃഥ്വിരാജിന്റെ വാക്കുകൾ ഇപ്പോഴും മലയാളികൾ മറന്നിട്ടില്ല. അതിനുശേഷം അദ്ദേഹം വാങ്ങിയിട്ടുള്ള ആഡംബര കാറുകളെ പറ്റിയിട്ടും പലപ്പോഴും മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഞാൻ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടില്ല. കാരണം അതിന് ചോദിക്കാനുള്ള കാരണമുണ്ട്. 2021 അദ്ദേഹത്തിന്റെ നികുതി വെട്ടിപ്പ് എന്ന് നമ്മൾ പറയേണ്ട, നികുതി അടയ്ക്കാത്ത ആദായ നികുതി വകുപ്പുമായിട്ടുള്ള പ്രശ്നങ്ങൾ, 2022 പ്രശ്നം, 2025. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് മാധ്യമങ്ങൾ ഇത് വെച്ചൊന്നും അലക്കും, ഒന്ന് ചോദിക്കുക. അപ്പൊ പറയും, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല, ഞാൻ പോണ്ടിച്ചേരി ഇതൊന്നും അല്ല, ഞാൻ അന്തസ്സായിട്ട് എന്റെ കാശ് കൊടുത്ത് തന്നെയാണ് വാങ്ങിച്ചിട്ട് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേ പൃഥ്വിരാജിന്റെ വീട്ടിലാണ് ഇപ്പോൾ ഭൂട്ടാനിൽ നിന്ന് എത്തിയ കാറുമായിട്ട് ബന്ധപ്പെട്ട ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു കാറിൽ മാത്രമല്ല ഇപ്പൊ റെയ്ഡ് നടക്കുന്ന പല കാറുകളും, അദ്ദേഹത്തിന്റെ വീട്ടിൽ, ദുൽഖറിന്റെ വീട്ടിലുള്ള പല കാറുകളെയും പറ്റിയുള്ള അന്വേഷണം ഇതിനോടൊപ്പം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിലെ ഏത് നടനാണെന്ന് പറഞ്ഞാൽ 2.5 കോടി രൂപയുള്ള ലാൻസ് റോവർ ആണെന്ന് തോന്നുന്നു, 30 ലക്ഷം രൂപയ്ക്കാണ് ഇപ്പൊ വാങ്ങിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പറയുന്ന വാർത്തകളൊക്കെ വരുന്നത്. ഇതൊന്നും ഇവര് അറിഞ്ഞില്ല കൃത്യമായിട്ട് വാഹന പ്രേമികളാണ്, വാഹനത്തെ കുറിച്ച് കൃത്യമായിട്ട് അറിവുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇത് എവിടെ നിന്ന് വന്നു, ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അന്വേഷിച്ചില്ല എന്ന് പറയുന്നതൊക്കെ എന്തൊരു ഉത്തരവാണെന്നാണ്. ഇതിപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞത്, ഇത് ആദ്യമായിട്ടല്ല പൃഥ്വിരാജിന്റെ
ഇത്തരത്തിലുള്ള ഇത് വരാൻ കാരണം എമ്പുരാൻ എന്നൊരു സിനിമ നമുക്കറിയാം രാജ്യത്തെ മുഴുവനും പിടിച്ചു കുലുക്കിയ, ഒരു പക്ഷെ ഒരു മതത്തിന്റെ വിശ്വാസികളെ മുഴുവനും അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മുഴുവനും പൃഥ്വിരാജിനെ എതിർക്കുന്ന തരത്തിൽ രാജ്യസഭയിൽ വരെ ചർച്ചാ വിഷയമായി എമ്പുരാൻ എന്ന ഒറ്റ സിനിമ മതി അദ്ദേഹം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ. അപ്പൊ ഇത് തികച്ചും എന്താ പറയുന്ന അദ്ദേഹത്തിന് അന്ന് എതിരായിട്ടുള്ള, അതിനുശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുത്ത എഫക്റ്റ് ആണോ എന്ന് വരെ ചോദിച്ചോളൂ. ഇപ്പോൾ നരേന്ദ്രമോദി കൊടുത്ത എഫക്റ്റ് അല്ലല്ലോ ഇത്. ഭൂട്ടാൻ ഇത്തരത്തിലുള്ള വാഹന തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള പൃഥ്വിരാജിന്റെ വീട്ടിൽ മാത്രമല്ല മറ്റുള്ള പല വ്യവസായികളുടെ വീട്ടിലുണ്ട്. ഇത് ഇന്ന് തുടങ്ങിയതല്ല, കുറെ നാളുകളായിട്ട് ഇവരെ പൃഥ്വിരാജിന്റെ വീട്ടിൽ മാത്രമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് നുങ്കോർ, ഓപ്പറേഷൻ നുങ്കോർ എന്ന് പേരിട്ടുകൊണ്ട് നിരവധി വാഹനം, ഇത് ഒരു ഇടനിലക്കാർ മാത്രമല്ല നിരവധി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്കറിയാം കേരളത്തിലെ ഏതൊക്കെ ഉദ്യോഗസ്ഥർ ഇതിനകത്ത് പെട്ടിട്ടുണ്ട്, ആരൊക്കെയാണ് ഇതിനകത്ത് ഇടനിലക്കാര്. പൃഥ്വിരാജിന് ഇത് എങ്ങനെ കിട്ടി, ദുൽഖറിന് ഇത് എങ്ങനെ കിട്ടി, ഇവർ വഴിയുള്ള കണക്ഷൻ എങ്ങനെയാണ് ഇവർക്ക് അറിയില്ല എന്ന് പറയുമ്പോഴും അറിയാതിരിക്കാൻ സാധ്യതയില്ല. കാരണം പുതിയ വണ്ടി, പുതിയ വാഹനങ്ങൾ, നമുക്ക് അതിന്റെ കിലോമീറ്റർ തന്നെ നോക്കുമ്പോൾ നമുക്കറിയാം എത്ര ഓടിച്ചിട്ടുണ്ട് ഇല്ല എന്നുള്ളത് അറിയാം. അപ്പൊ അവിടെയൊക്കെ ഒരുപാട് പരിശോധനകളും കാര്യങ്ങളും ഒക്കെ ചോദിക്കും. പക്ഷെ ഇതുവരെ രണ്ടുപേരുടെയും വീട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള വാഹനം കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത്. രണ്ടുപേരും ഇനി അതെടുത്ത് വല്ല കൊക്കയിലേക്ക് എറിഞ്ഞ് നശിപ്പിച്ച് കളഞ്ഞോ എന്നുള്ളതും അറിയില്ല. ദുൽഖറിന്റെയും പൃഥ്വിരാജിന്റെയും വീടുകളിലാണ് ഇത്തരത്തിലുള്ള ഇപ്പൊ ഇത് അന്വേഷണം നടത്തുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നിരവധി വിഷയങ്ങൾ ഇത്തരത്തിലുള്ള ആദായ നികുതി വെട്ടിപ്പ് നടക്കുന്നുണ്ട്. ഇനി ട്രസ്റ്റുകളുടെ വകയായിട്ട് ഇതിനകത്തെ കമന്റുകൾ കാണുമ്പോൾ ട്രസ്റ്റുകളുടെ വകയായിട്ട് ബിസിനസ്സുകാർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ആദായ നികുതി വെപ്പ്. ട്രസ്റ്റിന് കൊടുത്തുകൊണ്ട് ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് ഇത്ര എമൗണ്ട് കൊടുത്തിട്ട്, അതായത് ഒരു മണി എക്സ്ചേഞ്ച് പോലെ, ഇത്ര ലാഭം നിങ്ങൾക്ക്, ഇത് ഞങ്ങൾക്ക് തിരിച്ചു തരണം. അപ്പൊ ട്രസ്റ്റിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് അല്ലെങ്കിൽ ട്രസ്റ്റിന് കൊടുക്കുന്ന എമൗണ്ട് വൈറ്റ് മണി ആക്കുന്ന പരിപാടി. അപ്പൊ ഇതിങ്ങനെയുള്ള പല ആദായ നികുതി വെപ്പ്, ഇപ്പൊ ആദായ നികുതി അടയ്ക്കേണ്ടുന്ന സമയമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി പ്രശ്നങ്ങൾ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് തുടരെ നമ്മുടെ സിനിമാ നടന്മാരിലേക്ക്, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേരിലേക്ക്, ഇപ്പം ലിസ്റ്റിൻ ജോസഫിനെയൊക്കെ പറ്റി നേരത്തെ മറ്റേ പ്രൊഡ്യൂസർ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് പോണ്ടിച്ചേരി പണിയാണോ എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ വരുന്നുണ്ട്. ഇപ്പൊ എമ്പുരാൻ സിനിമയെ തന്നെ ഇപ്പൊ പൃഥ്വിരാജിന് 30 കോടി രൂപയുടെ മുംബൈ ഫ്ലാറ്റ്, ഒരുപക്ഷെ ഈ പറയുന്ന മോഹൻലാലും മമ്മൂട്ടിയും ആയുഷ്കാലം കടന്ന് കഷ്ടപ്പെട്ടിട്ട് പോലും ഇത്തരത്തിലുള്ള ആഡംബര ഫ്ലാറ്റ് മുംബൈയിലെ, അത് മെട്രോപൊളിറ്റൻ വലിയൊരു സിറ്റിയിൽ നിരവധി ബോളിവുഡ് നടന്മാരൊക്കെ താമസിക്കുന്ന ആ ഒരു ഏരിയയിൽ പൃഥ്വിരാജിന്റെ മകൾ പഠിക്കുന്ന ആഡംബര സ്കൂളുകളിലാണ്, അതായത് അംബാനിയുടെ വലിയൊരു സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഒരു നന്ദനം എന്ന സിനിമയിലൂടെ ചെറിയ രീതിയിൽ വന്ന് വലിയൊരു വലിയൊരു ഫിനാൻഷ്യൽ സാധ്യതയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ എന്താണ് എന്നുള്ളത്. കാരണം കുറച്ച് ചിത്രങ്ങൾ മാത്രമേ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അതും അങ്ങ് വലിയ നിലയിലൊന്നും ബിഗ് ബഡ്ജറ്റോ അല്ലെങ്കിൽ വലിയ രീതിയിൽ ലാഭം ഉണ്ടാക്കുന്ന ചിത്രങ്ങളോ അല്ല. പക്ഷെ ഇതിന്റെ സ്രോതസ്സുകൾ, ഇതിന്റെ സോഴ്സുകൾ, ഹിന്ദി മൂവീസ് ഉൾപ്പെടെ അദ്ദേഹം നിർമ്മാണത്തിനായിട്ട് പണം ചെലവഴിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും അത് ഇനി ഒരു വലിയ അന്വേഷണത്തിലേക്ക് പോകും. അന്ന് എമ്പുരാൻ സിനിമ കഴിഞ്ഞതിന് ശേഷം ആദായ നികുതി വകുപ്പ് ഇദ്ദേഹത്തിന്റെ പുറകെ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. കാരണം ഇപ്പോൾ ഈ ഒരു കാറിന്റെ പേരിൽ മാത്രമല്ല നിരവധി കാറുകളുടെ പേരിൽ നമ്മുടെ ഒരു കേന്ദ്ര സർക്കാരിനെ കൂടെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പൊ മോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം ഇങ്ങനെ ഒരുപാട് ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഒരു അഴിമതി, 1% പോലും അഴിമതി വെച്ച് പൊറപ്പിക്കില്ല. അതിപ്പോ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടൊന്നല്ല ചെയ്യുന്നത്, കൃത്യമായിട്ട് തന്നെ എല്ലാ നിയമ സാധ്യതകളും ഒന്ന് ചിന്തിക്കുക. ഈ അഴിമതിയും കണ്ട ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിലോട്ട് ക്രോഡീകരിച്ച് അവർ ധനാഢ്യരായി തന്നെ തുടരും. ഈ ഒരു പ്രത്യേക വിഭാഗത്തിലോട്ട് ക്രോഡീകരിക്കുമ്പോൾ, സമ്പത്ത് മുഴുവനും ക്രോഡീകരിച്ച് നിൽക്കുമ്പോൾ മറ്റുള്ള സാധാരണ മിഡിൽ വർഗ്ഗക്കാർക്കാണ് വളരെയധികം ദൂഷ്യമുണ്ടാകുന്നത്. കാരണം അവരുടെ കൈകളിലേക്ക് പിന്നെ പണം കിട്ടാതെ വരും. അവരുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാകും. ഒരു പക്ഷേ ഈ 2000 നോട്ടുകളുടെ പിൻവലിക്കാൻ ഞാൻ എന്തുകൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം അതിന് വന്നതിന് ശേഷം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ ഉൾപ്പെടെയുള്ള നിരവധി ബ്ലാക്ക് മണീസ് ഏർപ്പാടുകൾ ഒരു പരിധി വരെ നമുക്ക് ഒന്ന് നിർത്തലാക്കാൻ പറ്റിയത്. പക്ഷേ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ചുകൂടി കാര്യമായിട്ട് റെയ്ഡുകളും ആദായ നികുതി വെപ്പും കുറച്ചുകൂടി കാര്യമായിട്ട് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ഒരു വിഭാഗത്തിലേക്ക് ക്രോഡീകരിച്ച് പല ബിസിനസ്സിലേക്ക്, ഇത്തരത്തിലുള്ള ട്രസ്റ്റുകളിലേക്കൊക്കെ പോകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ നമുക്കറിയാം, സിനിമാ മേഖല ധ്യാൻ ശ്രീനിവാസനെ പറ്റി ഇടയ്ക്കൊരു പരാമർശം ഉണ്ടായിരുന്നു. ധ്യാൻ ശ്രീനിവാസ്, അപ്പോൾ ഒരു റിപ്പോർട്ടർ ചോദിച്ചതാണ്, തുടരെ ഈ സിനിമകൾ ചെയ്യാൻ എവിടെ നിന്നാണ് ഈ
പണം കിട്ടുന്നതെന്നുള്ള ബ്ലാക്ക് മണി ആണോ എന്നുള്ള രീതി ചോദിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് വിമർശിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ദേഷ്യപ്പെട്ടതിൽ തന്നെ എനിക്ക് സംശയം തോന്നി. കാരണം അദ്ദേഹം ഈ തുടരെ പടം ചെയ്യുന്നു, അത് 8 നിലയിൽ പൊട്ടുന്നു. പക്ഷെ അദ്ദേഹത്തിന് അത് ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. എന്തോരം കഷ്ടപ്പെട്ടാണ് ഒരു സിനിമ എടുക്കുന്നത്, ഒരു കഥ, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കുറച്ച് സംവിധായകരും നിർമ്മാതാക്കളൊക്കെ ഞാൻ അറിയുന്നവര് അവര് പറയുന്ന അവര് വളരെയധികം കഷ്ടപ്പെട്ട് ഒരു സിനിമ എടുത്തത് പൊട്ടിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതം മുഴുവനും കോഞ്ഞാട്ടയാകുന്ന തരത്തിലാണ്. ഇത് ധ്യാൻ ശ്രീനിവാസൻ പടം എടുക്കുന്നു, അതിന്റെ ഇത് നടത്തുന്നു, അത് 8 നിലയിൽ പൊട്ടുന്നു, അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ മറ്റേ പടവും പൊട്ടി, ഇനി വരാനിരിക്കുന്നതും പൊട്ടി, എന്നെ കൊണ്ട് എന്തിനാണോ എന്തോ പടം എടുപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ സംശയമാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് ആ റിപ്പോർട്ടർ ചോദിച്ച സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് എങ്ങനെ വരുന്നു പണം, എങ്ങനെയാണ് സിനിമാ മേഖലയിൽ ഇപ്പൊ കഴിഞ്ഞ തവണ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ പുറത്തുവിട്ട ഒരു കണക്കുകളുണ്ട്. ഒരു മാസം പണ്ടൊക്കെ ഒരു മാസം ഒരു പടം 2 പടം നിൽക്കുന്നിടത്ത് ഒരാഴ്ച 20-21 പടങ്ങളാണ് ഇപ്പൊ. അതും ഒന്നിനും കൊള്ളാത്ത പടങ്ങള്, ഒരു നിലവാരമില്ലാത്ത പടങ്ങൾ. ഇത് എങ്ങനെയാണ് ചുമ്മാ പണം കൊടുത്തങ്ങ് പണം ചെയ്യുന്നത്? നമുക്കൊരു ലാഭമില്ല, ഈ സിനിമാ മേഖല ലാഭമില്ലെങ്കിൽ ആരെങ്കിലും വെറുതെ ഒരു കലാസൃഷ്ടിക്ക് വേണ്ടിയിട്ട് പണം കൊടുക്കും? ഇല്ല. ഇന്നെല്ലാം കൊമേഴ്സ്യൽ മൂവീസ് ആണ് ഇറങ്ങുന്നത്. അപ്പോൾ ഒരു നിലവാരവും ഇല്ലാത്ത, കാണാൻ കൊള്ളാത്ത സിനിമകളാണ് ഒരാഴ്ച 10-20-10-12 സിനിമകൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് എന്താണ് അതിന് കാരണം? ഇതൊക്കെ ഞാൻ പറയുന്ന സിനിമാ മേഖലയിൽ കുറച്ചുകൂടെ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ ഇതില് ദുൽഖർ സൽമാനും പെട്ടിരിക്കുന്നു എന്നുള്ള. ദുൽഖർ സൽമാൻ ഇതിന് മുന്നേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ദുൽഖർ പൃഥ്വി ഒരേപോലെ പെട്ടത് എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കും. ഇവർക്ക് രണ്ടുപേർക്കും കാറുകൾ എന്ന് പറയുന്നത് ഭയങ്കര ക്രേസ് ആണ്. ഒരു പക്ഷെ നമ്മൾ ഈ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല, ഒരു പക്ഷെ ഇടനിലക്കാർ പറ്റിച്ചതായിരിക്കാം. പക്ഷെ എന്തും അറിഞ്ഞില്ല കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അല്പം മൂളയുള്ളവർക്ക് ഇത്തരത്തിലുള്ള കാറുകൾ 3 കോടിയുടെയും 2 കോടിയുടെയും രൂപ വിലയുള്ള കാറുകൾ 30 ലക്ഷത്തിനും 40 ലക്ഷത്തിനും കിട്ടുമ്പോൾ തന്നെ അത് നമുക്ക് അറിയാലോ. ആ കാറ് പരിചയമുള്ളവർക്ക് എടുക്കുമ്പോഴും അതിന്റെ കിലോമീറ്റർ കണക്കുകളൊക്കെ എടുക്കുമ്പോഴും ഒക്കെ അറിയാം അത് ഈ ഓടിയിട്ടില്ല, എങ്ങനെ ഇത് ഇങ്ങനെ വന്നു, എത്ര ടാക്സ് വെട്ടിപ്പെന്ന് പറഞ്ഞാലും അതിലൊരു എന്തോ ചതിവുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ലോക പരിജ്ഞാനം പൃഥ്വിരാജിനും ദുൽഖറിനും ഒക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. എന്തായാലും അവർക്ക് അമളി പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഏത് തരത്തിലാണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ 2 ദിവസത്തിനകം അങ്ങനെ അമളി പറ്റാൻ സാധ്യതയില്ല, അറിഞ്ഞുകൊണ്ട് തന്നെ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്ത് തന്നെയായാലും അതിന്റെ കൃത്യമായുള്ള വിവരങ്ങൾ പുറത്തു വരട്ടെ. തീർച്ചയായിട്ടും ഇനി ഏതൊക്കെ ആൾക്കാരാണ് ഇത്തരത്തിൽ വാങ്ങിയിട്ടുള്ളതെന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. വ്യവസായികൾ പെട്ടിട്ടുണ്ട്, മറ്റ് ആൾക്കാരൊക്കെ ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. അപ്പം എത്ര പേര് എങ്ങനെയാണ് ഈ കാറുകൾ വാങ്ങിയത്, മറ്റെന്തെങ്കിലും തട്ടിപ്പുകളുണ്ടോ, ഇതുമായി ലിങ്ക് ചെയ്ത് ഈ ഒരു കാറുമായി ലിങ്ക് ചെയ്ത് പോകുന്ന അവരുടെ മറ്റുള്ള ആദായത്തിലേക്ക് ആസ്തിയിലേക്കും പോകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു പണ ഇടപാട് നടത്തുമ്പോൾ അവരുടെ ട്രാൻസാക്ഷൻ മൊത്തം പരിശോധിക്കേണ്ടി വരും. ഇപ്പം ആ ഒരു നികുതി കൊടുക്കുന്ന സമയം കൂടിയാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ പൃഥ്വിയും ദുൽഖറും ഒക്കെ ഏത് തരത്തിൽ പെട്ടുപോകും എന്നുള്ളതാണ് നോക്കേണ്ടിയിരിക്കുന്നത്.